ഹായ് ഗൈസ്, വെൽക്കം ടു മൈ അനദർ ട്യൂട്ടോറിയൽ. ഇന്നത്തെ ട്യൂട്ടോറിയലിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു വെബ് ബ്രൗസറെ കുറിച്ചാണ്. ആ വെബ് ബ്രൗസറാണ് ഒപ്പേറ. ഒപ്പേറ വെബ് ബ്രൗസറിനെ കുറിച്ച് നിങ്ങൾക്ക് പലപ്പോഴും കേട്ടിട്ടുണ്ടെങ്കിലും ഈ വെർഷൻ ഒപ്പേറയ്ക്ക് ചില പ്രത്യേകതകളുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞ ബുധനാഴ്ച ഒപ്പേറ അതിൻ്റെ ലേറ്റസ്റ്റ് വെർഷനായ ഒപ്പേറ സ്റ്റേബിൾ എന്ന പേരിൽ അതിൻ്റെ പുതിയ വെർഷൻ പുറത്തിറക്കി. അതിൻ്റെ ഫെസിലിറ്റി എന്ന് പറയുന്നത്, അതിലൊരു ഫ്രീ VPN സർവീസുമായിട്ടാണ് അവർ ഈ വെർഷൻ പുറത്തിറക്കിയിരിക്കുന്നത്. ഫ്രീ VPN മീൻസ് വിർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക്. വിർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് സാധാരണ ഉപയോഗിക്കുക എന്ന് വെച്ചാൽ, നമ്മൾക്ക് ബ്ലോക്ക് ചെയ്തിട്ടുള്ള സൈറ്റുകളും കൂടാതെ നമ്മുടെ പ്രൈവസി സെക്യൂർ ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ VPN സോഫ്റ്റ്വെയർ സാധാരണ ഉപയോഗിക്കുന്നത്. എന്നാൽ സാധാരണ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏകദേശം VPN സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ പ്രോക്സി സർവീസ് പെയ്ഡ് അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ചെയ്യാതെ നമുക്ക് ലഭ്യമല്ല. ട്രയൽ വെർഷനായിട്ടും അതിൻ്റെ പരിമിതികൾ വളരെ കുറച്ച് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. പക്ഷേ ഈ ഒപ്പേറ ഈ വർഷം ഇറക്കിയ ഈ വെർഷൻ ഒപ്പേറ സോഫ്റ്റ്വെയറിൽ എല്ലാവിധ സൗകര്യങ്ങളും കൂടി VPN സോഫ്റ്റ്വെയറുമായിട്ടാണ് ഒപ്പേറ പുറത്തിറക്കിയിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ വെർഷൻ സോഫ്റ്റ്വെയർ ആവശ്യമാണെങ്കിൽ, നിങ്ങൾ ആദ്യം തന്നെ ഗൂഗിളിൽ പോവുക. അതിനുശേഷം ഇവിടെ ഡൗൺലോഡ് ഒപ്പേറ സ്റ്റേബിൾ വെർഷൻ എന്ന് കൊടുക്കുക. ഒപ്പേറ സ്റ്റേബിൾ വെർഷൻ എന്ന് ടൈപ്പ് ചെയ്യുക. സ്റ്റേബിൾ, ഈ കാണുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നമ്മൾക്കിവിടെ ആവശ്യമുള്ളത് കമ്പ്യൂട്ടേഴ്സിനാണ്. മൊബൈൽ ബ്രൗസറിനാണെങ്കിൽ മൊബൈൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. നമുക്കിവിടെ ഡൗൺലോഡ് നൗ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ ഒപ്പേറ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ ഇവിടെ ക്യാൻസൽ ചെയ്യുകയാണ്. ഞാൻ ഓൾറെഡി ഒപ്പേറ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്ത ഒപ്പേറയിൽ നമ്മൾ VPN സർവീസ് ഉപയോഗിക്കുന്നത് എന്നാണ് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത ഒപ്പേറ ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമുക്ക് ഡിഫോൾട്ടായിട്ട് കിട്ടുന്ന ഓപ്ഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള സൈറ്റുകൾ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ആഡ് സൈറ്റ് എന്ന ഓപ്ഷനിൽ പോയി നമ്മൾക്ക് ലിങ്ക് ടൈപ്പ് ചെയ്ത് ആഡിറ്റ് ഓപ്ഷൻ കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ തമിഴ് റോക്കേഴ്സ് വെബ്സൈറ്റ് ആണെങ്കിൽ നമുക്ക് തമിഴ് റോക്കേഴ്സ് ക്ലിക്ക് ചെയ്തതിനു ശേഷം ആഡ് ക്ലിക്ക് ചെയ്യുക. വേറെ ഏതെങ്കിലും വെബ്സൈറ്റ് യാഹു ആണെങ്കിൽ www.yahoo.com എന്ന് ടൈപ്പ് ചെയ്യുക. ക്ലിക്ക് ഹിയർ. യാഹു വന്നിരിക്കുകയാണ്. ഇതുപോലെ നിരവധി ഓപ്ഷൻസുകളാണ് ഒപ്പേറ ബ്രൗസറിൽ അടങ്ങിയിരിക്കുന്നത്. ജസ്റ്റ് ഗോ ടു മെനു കീ ആൻഡ് ഗോ ടു സെറ്റിംഗ്സ്. ഇവിടെ നമുക്ക് ഓപ്ഷൻ ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾക്ക് സാധാരണ ബ്രൗസേഴ്സിൽ വരാറുള്ള ബ്ലോക്കുകൾ, ഓട്ടോമാറ്റിക്കായിട്ട് വരാറുള്ള ആഡ്സുകൾ ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്ക് ഇവിടെ ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന പല അഡ്വർടൈസ്മെൻറ്റുകളും നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ ഈ ബ്രൗസറിൽ സാധിക്കുന്നതാണ്. ഞാനിവിടെ ബ്ലോക്ക് കൊടുക്കുകയാണ്. ഇതിനുശേഷം നമ്മൾ VPN സോഫ്റ്റ്വെയർ ഓൺ ചെയ്യുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു തരാം. നമ്മളുടെ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി ഓപ്ഷനിൽ പോവുക. അതിനുശേഷം ഇവിടെ കാണുന്ന ഭാഗത്തായിട്ട് ഇവിടെ VPN എനേബിൾ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഞാൻ ഇതിപ്പോൾ ഡിസേബിൾ ആണ്. നമ്മൾ VPN സോഫ്റ്റ്വെയർ എനേബിൾ ചെയ്യുക. അതിനുശേഷം വെബ് ബ്രൗസർ ക്ലോസ് ചെയ്യുക. ഫുള്ളായി ക്ലോസ് ചെയ്യുക. ആൻഡ് വീണ്ടും ഉപയോഗിക്കുക. ഇപ്പോൾ ഇവിടെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകാൻ പറ്റും, VPN സോഫ്റ്റ്വെയർ എനേബിൾ ആണ്, കണക്റ്റിംഗ് ആണ്. ഇനി നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് ബ്ലോക്ക് ചെയ്തിട്ടുള്ള വെബ്സൈറ്റുകളും നിങ്ങൾക്ക് സൗകര്യമുള്ളതുപോലെ സെർച്ച് ചെയ്യാനുള്ള ഒരു സൗകര്യം ഇപ്പോൾ ഈ ബ്രൗസറിൽ വന്നിരിക്കുകയാണ്. സോ താങ്ക്സ് അപ്പ് ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ട്യൂട്ടോറിയൽ. നിങ്ങൾക്ക് എൻ്റെ ട്യൂട്ടോറിയൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീണ്ടും അടുത്ത ട്യൂട്ടോറിയൽ കാണുന്നവരെ ബൈ.